അവിടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? അള്ളാഹു അല്ലാതൊരു ദൈവമില്ല, അള്ളാഹുവിനല്ലാതെ വേറെ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവായിട്ടുള്ള അധ്യക്ഷനായിട്ടുള്ള ശ്രീ വിജി തമ്പി അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. ഇപ്പം ശബരിമലയുമായി ബന്ധപ്പെട്ട് പുതിയ വിവാദങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അതായത് ശബരിമലയും വഖഫ് വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ഉയർന്നു വന്നത് എന്നുള്ളതാണ്. അതായത് വാവർ പള്ളിയുണ്ട്. ഈ വാവർ പള്ളിയിൽ വാവർ പള്ളിയുടെ സ്വത്ത് ഇനി വഖഫാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ശബരിമലയും ബാധിക്കുമോ എന്നുള്ള കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം വിജി തമ്പി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭക്തന്മാരായിട്ടുള്ള സ്വാമിമാരായിട്ടുള്ള അയ്യപ്പന്മാർ പോയി അവിടെ കയറി അവിടെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അവിടെ പള്ളിയിൽ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, യാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന അള്ളാഹു അക്ബർ നമ്മൾ ഈ ബാങ്ക് കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ള പല അർത്ഥം വരുന്ന പല വാചകങ്ങളുണ്ട് അവർക്ക്. അപ്പം അതാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അയ്യപ്പന്മാരായിട്ട് പോകുന്ന ആളുകൾ ഇങ്ങനെ അവിടെ ഈ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് എഴുതി വെക്കുന്നിടത്ത് എന്തിനു പോകണം? വാവർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നോ? വാവർ എങ്ങനെ ഇതിലേക്ക് വന്നു? വാപുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാണോ ഇനി വാവരായി മാറിയത്? തുടങ്ങിയ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചില മുസ്ലിം പണ്ഡിതന്മാർ കയറിക്കൊണ്ട് പുലിപ്പാലിന് അയ്യപ്പനെ പറഞ്ഞയച്ചത് ആരാണ്? വാവരാണ്, വാവർ അള്ളാഹു നേരിട്ട് ഇറക്കി കൊടുത്താണെന്നൊക്കെ പറഞ്ഞ് മറ്റു ഭാഗത്തും തള്ളുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? പാർത്ഥൻ ഇതെങ്ങനെ കാണുന്നു എന്ന് എനിക്കറിയില്ല. പാർത്ഥന്റേതായ എന്നെക്കാളും കുറെ കൂടെ വായനാശീലവും കുറെ കൂടെ അറിവുള്ള ഒരാളാണ് പാർത്ഥൻ. സത്യസന്ധ അതൊരു പോയിട്ടല്ല. ഞാൻ ഈ ഡെയിലിയുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ നോക്കി പോകുന്ന ഒരാളല്ലാതെ ശബരിമലയിൽ പോയിട്ടുണ്ട് 3 തവണ, അയ്യപ്പനെ കണ്ടിട്ടുണ്ട്, ഒരു ക്ഷേത്രത്തിൽ പോകും. അല്ലാതെ ഇതിന്റെ പ്രാചീന കാലത്തെ കാര്യങ്ങളൊന്നും അന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരമില്ല. ഞാൻ ശബരിമലയിൽ പോയപ്പോൾ വാവരുടെ അടുത്ത് പോയിട്ടുണ്ട്. അവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ആ സമയത്ത് എനിക്കറിയില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇങ്ങനെ കൈകൂപ്പി പ്രാർത്ഥിച്ച് തിരിച്ച് ഭസ്മം തരും, അതിനെ നെറ്റിയിട്ടിടും, തിരിച്ചിറങ്ങി വരും. അന്ന് എൻ്റെ കുഞ്ഞു മനസ്സിൽ ഞാൻ വിചാരിച്ച ഒരു കാര്യം, എനിക്ക് വിവരം ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ആ സമയത്ത് എനിക്ക് അത് അത്രത്തോളം ചിന്താശേഷി ഇല്ലാതിരുന്നൊരു സമയത്ത് പോലും ഞാൻ ചിന്തിച്ചത്, പള്ളിയും അമ്പലവും ഒക്കെ അപ്പോൾ ഒരിടത്ത് ആവാൻ പറ്റുമല്ലേ? അപ്പോൾ ദൈവങ്ങളെല്ലാം ഒന്നെന്ന് പറയുന്നത് ശരിയാണല്ലേ? ഇവിടെ മുസ്ലിമിൻ്റെ അവിടെയും നമ്മൾ ഹിന്ദുക്കൾ കയറുന്നു, അപ്പുറത്ത് നമ്മുടെ അയ്യപ്പൻ, അവിടെയും നമ്മൾ കയറുന്നു. അപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് അമ്പലത്തിൽ കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമ്മളെ വളർത്തുന്ന ഒരു രീതി വേറെയാണ്, പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സിൽ വന്ന ആ ചിന്ത അങ്ങനെയാണ്. അപ്പം എല്ലാവരും ഒന്നാണ്, നമുക്ക് പള്ളിയിലൊക്കെ പോവാം, കുഴപ്പമൊന്നുമില്ല. അത് പിന്നെ കാലങ്ങളായി വളർന്ന് പക്ക ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് എൻ്റെതായ കുറേ കുറവുകളുണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ എൻ്റെ ഒരു ഡിഗ്രി കാലഘട്ടത്തിലാണ് അതെല്ലാം മാറി ചിന്തിക്കാൻ ഞാൻ തീരുമാനിച്ചത്. എനിക്ക് തന്നെ അറിയാം, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കുറേ കാര്യങ്ങളൊക്കെ സമൂഹത്തിന് നിരക്കാത്തതും എനിക്ക് പേഴ്സണലി നിരക്കാത്തതുമാണ്. ഒരാളുടെ ആഹാരം പോലും ഞാൻ ആഹാരത്തിലിട്ട് കഴിക്കാത്ത, എൻ്റെ ഭക്ഷണത്തിൽ മറ്റൊരു ജാതിക്കാരുടെ, അങ്ങനെ തന്നെ പറയണം, ആഹാരം പോലും ഇടാൻ ഞാൻ എൻ്റെ പാത്രത്തിൽ അങ്ങനെ നികൃഷ്ട ഒരു ജീവിയായിരുന്നു ഞാൻ ഒരു +2 കാലഘട്ടം വരെ മതപരമായ കാര്യത്തിൽ. പിന്നീട് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലാണ് ഞാൻ എന്നെ തന്നെ പൊളിച്ചെഴുത്ത് നടത്തിയത്. എനിക്ക് അപ്പോഴാണ് കാര്യങ്ങൾ കുറെ കൂടെ മനസ്സിലായത്. മനുഷ്യൻ എന്ന് പറയുന്നത് എല്ലാം ഒരാൾ തന്നെയാണ്. നമ്മുടെയൊക്കെ രക്തം എന്ന് പറയുന്നത് ഒരേ കളർ തന്നെയാണ്. മനുഷ്യനാണ് മനുഷ്യനെ വേർതിരിച്ച് ഹിന്ദു, മുസ്ലിം, ബുദ്ധൻ, ജൈനൻ, പാഴ്സി, ഷെഡ്യൂൾഡ് കാസ്റ്റ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേർതിരിക്കുന്നത് മനുഷ്യൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായ വിജി തമ്പി, അദ്ദേഹം ഒരു സംവിധായകനാണ്. ഇടയ്ക്ക് ചില സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജനൻ ടിവിയുടെ ഒരു ഡിബേറ്റിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആദ്യത്തെ വാർത്ത ടോക്കിന്റെ തന്നെ ആദ്യ ഭാഗത്ത് നമ്മളത് കാണിച്ചിട്ടുണ്ട്. ശുദ്ധ തെമ്മാടിത്തരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെ ചൊല്ലി ഇനി മുസ്ലിങ്ങൾ പറഞ്ഞാലും ശുദ്ധ തെമ്മാടിത്തരം എന്നേ ഞാൻ പറയും. കാരണം ശബരിമല പോലൊരു സ്ഥലത്ത് ഇപ്പൊ ബാബര് അസുരനാണോ ദേവനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ, ഇതൊന്നുമല്ല അവിടുത്തെ വിഷയം. അതൊരു മതേതരത്വമാണ്. എല്ലാ മതങ്ങളും ഒന്നാണ്, ആരെയും മാറ്റി നിർത്തേണ്ട കാര്യമില്ല.
എല്ലാവരും ഒന്നാണ്. തന്റെ സുഹൃത്തായ വാവര് കൂടെ തന്റെ അടുത്ത് ഉണ്ടാകണമെന്നുള്ള അയ്യപ്പന്റെ ഒരു തീരുമാനം, അങ്ങനെയല്ലേ അയ്യപ്പന്റെ ഒരു ആഗ്രഹം. അപ്പോ എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് എന്ന് നമ്മൾ അവിടെ പോകുമ്പോ എഴുതി വെച്ചേക്കുന്നത് എന്താണ്? തത്വമസി, അങ്ങനെയല്ലേ എഴുതി വെച്ചേക്കുന്നത്. അപ്പോ ഇത് മനസ്സിലാക്കി വെറുതെ സമൂഹത്തിൽ വർഗീയത പരത്താനും ജനങ്ങളെ തമ്മിൽ ഇത് പറയുമ്പോൾ ഒരു വിഭാഗം മറ്റാരോ ആണ് എന്നുള്ളതല്ലേ. നമ്മുടെ ഹിന്ദുക്കളുടെ സ്ഥലത്തേക്ക് വേറൊരു ജാതിക്കാർ വരാൻ പാടില്ല, അവർക്ക് ഭസ്മം തരാനുള്ള അവകാശമില്ല, അവർക്ക് വിഗ്രഹാരാധനയെ ശരിയായിരിക്കാം, അവർക്ക് അവരുടേതായ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ചില പള്ളികളിൽ സ്ത്രീകളെ കയറ്റില്ല അവര്, അങ്ങനെയൊക്കെ ഇല്ലേ? ചില മുസ്ലിം പള്ളികളിൽ സ്ത്രീകളെ കയറ്റില്ല, ഭസ്മം കൊടുക്കുക. എനിക്കറിയില്ല, ഞങ്ങളുടെ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ പഞ്ചസാരയും കുരുമുളകുമാണ്. ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ചെല്ലുമ്പോൾ, വഴിയരികിലുള്ളൊരു പള്ളിയാണ്, അവിടെ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുമ്പോൾ പഞ്ചസാരയും കുരുമുളകുമാണ് തരുന്നത്. എനിക്ക് തോന്നുന്നു ഭീമാവള്ളിയിലും അതാണ് പ്രസാദമായി കൊടുക്കുന്നത്. അവർ പ്രസാദം എന്ന് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. തരുന്നത് പഞ്ചസാരയും കുരുമുളകുമാണ്. നമ്മളവിടെ പോവും, അതിന് ആരിരുന്ന് ചൊറിഞ്ഞാലും. ഞാൻ വെട്ടുകാട് പോകുന്ന ഒരാളാണ്, മുസ്ലിം പള്ളിയിൽ കയറും. മുസ്ലിം പള്ളിയിൽ കയറും എന്ന് പറഞ്ഞത് ഭീമാവള്ളിയിൽ മാത്രമേ ഞാൻ കയറിയിട്ടുള്ളൂ. ഇനി അതിന്റെ പേരിൽ ഇവിടെ കലാപമൊന്നും ഉണ്ടാക്കാൻ നിൽക്കല്ലേ ആരും. ഭീമാവള്ളിയിൽ ഞാൻ പോകും. ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ പക്ക ഓർത്തഡോക്സ് ഒരു ആളാണ്. പക്ഷെ എൻ്റെ അമ്മ ജോലി ചെയ്ത് മൊത്തവും ക്രിസ്ത്യൻസിന്റെ സ്കൂളുകളിലാണ്. പക്ഷെ എൻ്റെ അമ്മയുടെ വീട്ടുകാരും ഒക്കെ അങ്ങനെയാണ്. പക്ഷെ എൻ്റെ അച്ഛൻ ഒരു മിലിറ്ററിക്കാരനായതുകൊണ്ട്, ഒരു സൈനികനായതുകൊണ്ട്, അദ്ദേഹം എല്ലാ ജാതി മതഭേദമില്ല എല്ലാവരുമായി ജോലി ചെയ്തതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ഒരു പരിധിക്കപ്പുറം വളർത്തിയത് അങ്ങനെയാണ്. അതുകൊണ്ട് അച്ഛൻ മുസ്ലിം പള്ളിയിൽ പോവും. വെട്ടുകാട് ഞങ്ങളുടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാണ് വെട്ടുകാട് പള്ളി. ഇവിടെ കലൂർ പള്ളിയിലും കടമറ്റം പള്ളിയിലും ഒക്കെ എനിക്കൊരു വിഷമം വരുമ്പോൾ ഞാൻ ആദ്യം ഓടിച്ചെല്ലുന്നത് കടമറ്റം പള്ളിയിലാണ്. എൻ്റെ ദൈവങ്ങളെ എനിക്ക് വിശ്വാസമില്ലെന്ന് ചോദിക്കുക, എൻ്റെ ദൈവങ്ങൾ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അവിടെ ചെന്ന് ആ പള്ളിയുടെ അകത്തളങ്ങളിലിരുന്ന് കരഞ്ഞു തീർക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു വലിയ സമാധാനം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഞാൻ എനിക്കൊരു പ്രശ്നം വരുമ്പോഴോ, എനിക്കൊരു പ്രയാസം വരുമ്പോഴോ, മനസ്സിലെ ചില അസ്വസ്ഥതകൾ വരുമ്പോഴോ ഞാൻ ഓടിച്ചെല്ലുന്നത് കടമറ്റം പള്ളിയിലാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് വിഷം സമൂഹത്തിൽ നിങ്ങൾ കുത്തിവെക്കുന്നത്? കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ പോകുന്നതാണ്. ഒരു പ്രായം വരെ ബുദ്ധി ഉദിക്കാത്ത, അല്ലെങ്കിൽ ഒരു 12-13 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികളാണ്, ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ശബരിമലയിൽ പോകുന്നത്. അവർക്കൊക്കെ എന്തറിയാം? അവിടെ ചെല്ലുമ്പോൾ അവരുടെ കാഴ്ചപ്പാടാണ് മാറുന്നത്. ശബരിമലയിൽ ഞങ്ങൾ മറ്റൊരു സമുദായത്തെയും തൊഴുതു, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അയ്യപ്പനെയും കണ്ടു എന്ന് പറയുന്ന ഒരു രീതി. അവിടെ നിന്ന് ഇനി വാവരെ എടുത്ത് മാറ്റണം. വാവർക്ക് അവിടെ കാര്യം എന്താണ്? അയ്യപ്പൻ്റെ ആരാണ് വാവ്? ഇതൊക്കെ അന്വേഷിച്ച് എന്തിനാണ് പോകുന്നത്? ആറടി മണ്ണിൽ തീരുന്നതാണ് നമ്മളൊക്കെ. ഇവിടെ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ നമ്മളൊക്കെ പോകുന്ന വഴിക്ക്, മറ്റൊരു സംസ്ഥാനത്ത് എവിടെയെങ്കിലും പോയാൽ നമ്മളൊക്കെ പോകുന്ന വഴിക്ക് വീണ് ഒന്ന് തറയിൽ വീണാൽ, തലയിറങ്ങി വീണാൽ വെള്ളം തരുന്നത് ഒരു മുസ്ലിമാണ്, നമ്മൾ വാങ്ങി കുടിക്കില്ലേ? നീ മുസ്ലിമാണ് അതുകൊണ്ട് എനിക്ക് വെള്ളം വേണ്ട, നീ ഒരു മറ്റു ജാതിക്കാരനാണ് അതുകൊണ്ട് എനിക്ക് വെള്ളം വേണ്ട എന്ന് പറയൂ? ശരിയാണ്. എല്ലാ അയ്യപ്പന്റെ നെഞ്ചിലേക്കാണ് ചെന്ന് കയറുന്നത്. എന്തിനാണ് എനിക്ക് തമ്പി സാറിനോട് ഞാൻ ചോദിക്കാനുള്ളത്, എന്താണ് തമ്പി സാർ ഇങ്ങനത്തെ തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയുന്നത്? ഇങ്ങനത്തെ വർഗീയത എന്തിനാണ് നിങ്ങൾ പടച്ചുവിടുന്നത്? ഇപ്പൊ മുസ്ലിംസിന്റെ മുല്ലാക്കന്മാരും ഉസ്താദന്മാരോടാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഏതോ ഒരു ഒരു ഉസ്താദ് എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഗാനമേള അവതരിപ്പിച്ചു എന്ന്. എന്താ, പെൺകുട്ടികൾക്ക് ഗാനമേള അവതരിപ്പിക്കാൻ പാടില്ലേ? ധന്യ പറഞ്ഞ പല കാര്യത്തോടും ഞാൻ യോജിക്കുന്നു. പക്ഷെ ചില കാര്യങ്ങളിൽ ഞാൻ എൻ്റെ വിയോജിപ്പും അറിയിക്കുന്നു. കാര്യം, കണ്ണൂരൊക്കെ ഈ മുസ്ലിം തെയ്യമുള്ള നാടാണ് നമ്മുടെ നാട്. മുസ്ലിം തെയ്യമുണ്ട്. അതുപോലെ തന്നെ ഈ മലപ്പുറത്തൊക്കെ പല അമ്പലങ്ങളിലും ഇസ്ലാമിക തറവാടുകളിൽ നിന്ന് കൊണ്ടുകൊടുക്കുന്ന ചില ആചാരങ്ങളടക്കമുള്ള ചില സംഗതികളൊക്കെ നിലനിൽക്കുന്ന ഒരു നാടാണിത്. ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടായി വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വഖഫാണ്. വഖഫിന്റെ പേരിൽ എവിടെയും ചെന്ന് കയറാമെന്നുള്ളൊരു വൃത്തികെട്ട നിലപാട് ഇവരെടുക്കുമ്പോൾ അയ്യപ്പന്റെ മണ്ണും നാളെ വഖഫ് പിടിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് എന്ന ഭക്തരുടെ
ന്യായമായ സംശയത്തിന് മുന്നിൽ ഒന്നും പറയാനില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കാര്യത്തിൽ. കാരണം വാവരുടെ മണ്ണായിരുന്നു ഇത്, വാവരായിരുന്നു അയ്യപ്പനെ കൊണ്ടുപോയത്, വാവരായിരുന്നു അയ്യപ്പന് പുലിപ്പാലെടുത്ത് കൊടുത്ത് പുലിയെ പിടിച്ച് ഇങ്ങോട്ട് വന്ന് വാടാ കയറിക്കോ പൊക്കോ എന്ന് പറഞ്ഞിരുന്നു വാവരായിരുന്നു എന്നൊക്കെ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തമ്പി സാർ പറഞ്ഞത്, വിജയ് തമ്പി സാർ പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു മെറിറ്റ് ഉണ്ട്. അതാണ് ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. അതായത് അതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ കാനനക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശബരിമല എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും സുന്ദരമായ സങ്കല്പമാണ് ശബരിമലയിലേത്. അയ്യപ്പനും ഇതര മതവിഭാഗത്തിലുള്ള ഒരു വാവർ എന്ന് പറയുന്ന ഒരാളുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിന്റെ കഥയിൽ അയ്യപ്പൻ എന്ന മഹാദേവനിലും വിഷ്ണുവിലും ഉണ്ടായിരിക്കുന്ന ഒരു മഹാചൈതന്യം ഇതര മതം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വാവരെ കൂടി അവിടെ പ്രതിഷ്ഠിക്കണം, എൻ്റെ ഉറ്റ സുഹൃത്താണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചു എന്ന് പറയുന്നതിലൂടെ അയ്യപ്പന്റെ ഉള്ളിലുള്ള ആ ഒരു ആത്മാവും വാവരുള്ളിലുള്ള ആത്മാവും എല്ലാം ഒരു പ്രപഞ്ചത്തിൽ നിന്ന്, ഒരു ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ്. അതിനപ്പുറത്തേക്ക് മതങ്ങളും വിവിധ ബ്രഹ്മത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് എത്താനുള്ള വഴികൾ വിവിധങ്ങളാക്കി ഉണ്ടാക്കിയെടുത്തതാണ് വിവിധ മതങ്ങളെന്നും. അത് വിവിധ ആഫ്രിക്കയിൽ ജനിച്ചവർ അങ്ങനെ, അറേബ്യയിൽ ജനിച്ചവർ അങ്ങനെ, യൂറോപ്പിൽ ജനിച്ചവർ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണെന്നും ഭാരതത്തിൽ ജനിച്ചവർ അങ്ങനെ ആ ദൈവത്തിലേക്ക് ഉണ്ടാക്കാനുള്ള വിവിധ മാർഗങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണെന്നും യഥാർത്ഥത്തിൽ ദൈവം ഒന്നാണെന്നും ഉള്ള മഹാസത്യത്തെ ബോധിപ്പിക്കുന്നതാണ് ശബരിമല. അവിടെ ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി എന്നാണ്. നീ എന്തിനെ തേടുന്നുവോ അത് നീ തന്നെയാണ്, നീ എന്തിനെയാണ് അന്വേഷിച്ചു വന്നിരിക്കുന്നത് അത് നീ തന്നെയാണ് എന്ന് വെച്ചാൽ നീ തന്നെയാണ് അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ഞാൻ അയ്യപ്പനാണേ ഞാൻ ദൈവമാണ് എന്നല്ല. നിന്റെ ഉള്ളിലുള്ള ആ മഹാചൈതന്യം എന്തോ ആ മഹാചൈതന്യത്തെ നീ കണ്ടെത്തൂ, അതിനെ പ്രപഞ്ചത്തിലേക്ക് കൊടുക്കൂ, അവിടെ നിന്ന് ആ പരബ്രഹ്മത്തിൽ നീ ലയിക്കൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നുണ്ട്. എല്ലാം ഈ ബ്രഹ്മമാണ്, ബ്രഹ്മത്തിനുള്ളിലാണ് നമ്മളും നീയും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ ബ്രഹ്മത്തിന്റെ ഭാഗമാണെന്നും ബ്രഹ്മത്തിൽ നിന്ന് വന്നതാണെന്നും വേദം പറയുന്നു. അതിലപ്പുറത്തേക്ക് ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശാന്തി മന്ത്രത്തെക്കാൾ അപ്പുറത്തേക്ക് ഒരു മന്ത്രമുണ്ട് എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ അയ്യപ്പന്റെ വാവര് പള്ളിയിൽ കയറിയിട്ട് ആ വാവര് പള്ളിയിൽ നിന്ന് അവരുടെ നമ്മൾ നമസ്കരിച്ച് അവിടെ നിന്ന് ചിലർ പ്രാർത്ഥിക്കും, ചിലർ നമസ്കരിക്കുന്നിട്ട് തിരിച്ചു വരുമ്പോൾ അവർ ഭസ്മം കൊടുത്ത് ഇറങ്ങി വരുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്നുള്ളതാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് എഴുതി വെക്കുമ്പോൾ അവർ ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിൽ വന്നുകൊണ്ട് അവർ ബാങ്ക് കൊടുത്ത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷേപിക്കലായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന അയ്യപ്പനുണ്ട്, വിഷ്ണു ഉണ്ട്, ബ്രഹ്മദേവനുണ്ട്, പ്രപഞ്ചമുണ്ട്, ദേവീ ദേവന്മാരുണ്ട്, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു ഉണ്ട്. ഇവരൊക്കെ ദേവന്മാരാണ് എന്ന് ദൈവങ്ങളാണ് എന്ന് ഇവർ വിശ്വസിക്കുന്നു. അപ്പോൾ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്ന് മാത്രം പറയും. ഇവർക്ക് എന്താണ് റൈറ്റ് ഉള്ളത് എന്നാണ് ചോദ്യം. എനിക്ക് എൻ്റെ വിശ്വാസമാവാം, പക്ഷെ മറ്റവന്റെ ദൈവം ഇല്ല, എൻ്റെ ദൈവം മാത്രമാണ് ഉള്ളത് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ പള്ളിയിൽ കയറി വരുന്നവരെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല എന്ന് എഴുതി അതിന്റെ അർത്ഥം അറിയാതെ നേരെ പോയിട്ട് അയ്യപ്പനെ പോയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു മഹാചൈതന്യമാണെന്നും അത് ഈ ഹിന്ദുക്കളുടെ ദൈവമാണെന്നും അവിടെ നിന്നെങ്കിലും അവർ ആ ഒരു വാക്കെടുത്ത് മാറ്റണമായിരുന്നു തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ശബരിമലയിൽ പോയിട്ട് പറയണം അയ്യപ്പൻ മാത്രമേ ദൈവമുള്ളൂ, വേറൊരു ദൈവവും ഇല്ല എന്ന് ശബരിമലയിൽ എഴുതി വെക്കുകയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക? അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ വാവരെ കാണാതെ അയ്യപ്പനെ കണ്ടുവിടാന്നുണ്ടോ? വാവരെ കാണാതെ അയ്യപ്പനെ കാണാൻ പാടില്ല എന്നുണ്ടോ? യഥാർത്ഥത്തിൽ വാവര് പള്ളിയിൽ കയറിയിട്ടേ അയ്യപ്പന്റെ അടുത്തേക്ക് പോവാവൂ എന്നൊരു ആചാരമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ട് അങ്ങനെ ഒരു ആചാരമുണ്ട്. കാരണം വാവര് പള്ളിയിൽ കൂടി പോയാലേ അയ്യപ്പ ദർശനം പൂർത്തിയാകൂ എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിന് വേറൊരു വശമുണ്ട്. വാവരെന്ന് പറയുന്നത് ഒരു വാപുരൻ എന്ന അസുരനാണ്, അദ്ദേഹത്തെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ 3 തവണ ദേവപ്രശ്നം വെച്ചു. ഹൈന്ദവീയമായ ആചാരം അനുസരിച്ച് ദേവപ്രശ്നത്തിലാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുക. ആ ദേവപ്രശ്നം വെച്ചപ്പോൾ അതിൽ പറഞ്ഞത് വാവരും അയ്യപ്പനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ് 3 വ്യത്യസ്ത ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞത് എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ ഒരു ദേവപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കാര്യം തന്നെ. കാരണം ഹൈന്ദവീയമായ ചടങ്ങനുസരിച്ച് ദേവപ്രശ്നത്തിന് മുഖ്യ പരിഗണന കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അത് അവനവന്റെ ആചാരമാണ്. പക്ഷേ ഇതിലൊക്കെ അപ്പുറത്തേക്ക് ഇതിൽ എന്താണ് ഒരു വർഗീയതയുടെ ചില നാമ്പുകൾ കുത്തിക്കയറ്റാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് 2 മതവിഭാഗങ്ങൾ തമ്മിൽ ചേർന്നുകൊണ്ട് നമ്മളൊന്ന് ചേർന്ന് പോവുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചേർന്ന് പോവേണ്ടടുത്ത് 2 പേരും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ഇത്തരം പള്ളികളിൽ നിന്നൊക്കെ അള്ളാഹു അല്ലാതെ മറ്റു ദൈവമില്ല എന്നുള്ള വാചകങ്ങളൊക്കെ എടുത്തു മാറ്റുകയും അതുപോലെ തന്നെ ആടെ വാവരല്ല വാപുരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുള്ളുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിലുള്ള ഹൈന്ദവീയമായ പ്രചാരണങ്ങളൊക്കെ മാറ്റി
എല്ലാ മതങ്ങളും ഒന്നാണെന്നും എല്ലാ മതങ്ങളിലുള്ള ഈശ്വരനും ഒന്നാണെന്നും എല്ലാ മതങ്ങൾക്കും അപ്പുറത്തേക്ക് മനുഷ്യന്റെ ഉള്ളിൽ ചോരയും മജ്ജയും മാംസവും ഞരമ്പുകളും എല്ലാം അവന്റെ കാഴ്ചയും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരു ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണെന്നും അവൻ കുട്ടിയെ ഉൽപ്പാദിപ്പിക്കുന്നതും അവൻ ഭക്ഷണം കഴിക്കുന്നതും അവൻ അവന്റെ ഇണയെ തേടുന്നതും ഒക്കെ ഒരേ രീതിയിലാണെന്നും അത് ഒരു ദൈവം ഉണ്ടാക്കിയതാണെന്നും പറയാനുള്ള ആർജവം നമുക്ക് കാണണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വർഗീയതയ്ക്കൊന്നും ഇവിടെ സ്ഥാനമില്ല. പക്ഷെ തമ്പി സാർ പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ഞാൻ യോജിക്കുന്നു, മറ്റു ചില കാര്യങ്ങളോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിക്കുന്നു. സമൂഹത്തിലെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്ന ഏത് തമ്പിയായാലും തുമ്പിയായാലും ഏത് മുല്ലാക്കായാലും ഉസ്താദായാലും പറയുന്ന കാര്യങ്ങൾ തെറ്റാണെങ്കിൽ തെമ്മാടിത്തരം എന്ന് തന്നെ ഞാൻ വ്യക്തിപരമായി പറയും.